അപ്പോ തപ്പോ തട്ടുമ്പുറത്തൊരു മുട്ടനെലി കുഞ്ഞ്, ഒരു മുട്ടനെലി കുഞ്ഞ്, അത് തട്ടണ മുട്ടണ താളം പിടിക്കണ തച്ചപണിയണ തന്നാരം, താടിയണ തന്നാരം, താഴയം തയ്യാറും തക്കിട തയ്യാറും, ആദിനം തയ്യാറും തക്കിട തയ്യാറും, ആദിനം തയ്യാറും തക്കിട തയ്യാറും, ആദിനം തയ്യാറും തക്കിട തയ്യാറും. പെട്ടെന്ന് കണ്ടാല് എന്റെ വീട് അപ്പൂന്റെ 4K റീ റിലീസ് ആണെന്ന് വിചാരിക്കും ആൾക്കാര്. അല്ല അവിടെ നിർത്തിയതാ. 23 വർഷമായി ആ പടം 23 വർഷമായി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അടുത്ത പടം വരുന്ന ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നത് ഇപ്പോഴാണ്. 23 വർഷത്തിന് ശേഷം റിലീസ് അല്ല കേട്ടോ, ആശകളായിരത്തിന്റെ പ്രൊമോഷൻ. തെറ്റിദ്ധരിപ്പിക്കണ്ട. അല്ല ഇതെന്താ ഉണ്ടായിരിക്കുന്നത്? ഫസ്റ്റ് പടം. അപ്പൊ ശരിക്കും ജയറാമേട്ടൻ എത്രയോ നാളായി ഇവൻ ചെറുപ്പത്തിൽ അഭിനയിക്കുന്നുണ്ട്, ഞാനുണ്ട്, നമ്മളെ കണ്ട് ഇതൊരു പ്രൊമോട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം നിനക്കാണ്. ഫസ്റ്റ് പടം പ്രൊമോട്ട് ചെയ്യാൻ നീ ഉണ്ടാകുന്ന നിന്ന് ജ്യൂസും കുടിച്ചോണ്ടിരുന്നിട്ട് ഇവനടുത്ത് സുഖം. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ജ്യൂസ് കുടിക്കുക, പാട്ട് പാടുക, തുടങ്ങുക. ആശകളായിരത്തിനെ പറ്റി പറഞ്ഞോ? ആശകളായിരം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മറ്റേ നമ്മുടെ ഗ്ലിംസില് പറഞ്ഞില്ല അപ്പൊ അമ്മ ഞാൻ അടിച്ച സാധനം അമ്മയ്ക്ക് മനസ്സിലായില്ല, അതാണ് ആക്ടിങ്. ഇത് മൊത്തം ആക്ടിങ്ങാ, ഇങ്ങനൊന്നും അല്ല ഒറിജിനലി. പിടിച്ചു നീ പറ, നീ ഒന്നും പറഞ്ഞില്ല. ഇത് മറ്റേ സാധനമല്ല, ഈ നിങ്ങളുടെ കൂട്ടത്തിലല്ലേ മമ്മൂക്കയുടെ കൂട്ടത്തിലെ കാര്യങ്ങൾ അഭിനയിച്ചു കഴിഞ്ഞാൽ ചോദിക്കൂല്ലോ ഇന്റർവ്യൂവിന് എങ്ങനെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ്. എനിക്ക് ആദ്യം പേടിയായിരുന്നു, പിന്നെ കംഫർട്ടബിൾ ആക്കി. അതിന് മുമ്പ് ഞാൻ പിടിച്ചതേ ഇവൻ അങ്ങോട്ടാ പൊക്കോണ്ടിരുന്നത്. ആദ്യം ഭയങ്കര പേടിയായിരുന്നു, പിന്നെ കംഫർട്ടായി, പിന്നെ ഭയങ്കര കംഫർട്ടബിൾ ആക്കിയിട്ട് അങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നോ അത്? തുടക്കത്തിൽ ചെറിയൊരു പേടിയുണ്ടോ, ശീലമായിരുന്നു. ഈ എനിക്ക് ജയറാമേട്ടനെ പരിചയമുള്ളണ്ടേ പല സന്ദർഭങ്ങളിൽ. ഈ ഇടക്കാലത്തൊക്കെ ഈ ജയറാമേട്ടനെയും കണ്ണനെയും വെച്ചിട്ടുള്ള കഥകള് പലരും ഒന്ന് ഒരെണ്ണം പറഞ്ഞോട്ടെ എന്നൊക്കെ ഇടക്കാലത്തൊക്കെ അങ്ങനെ ചോദിക്കുമായിരുന്നു കുറച്ച് ആൾ മുമ്പ്. ഞാൻ ചേട്ടൻ പറഞ്ഞപ്പോൾ 23 വർഷം എന്ന് പറയുന്നത് കഴിഞ്ഞിട്ട് നിങ്ങൾ അച്ഛനും മോനും വീണ്ടും വരിക എന്ന് പറഞ്ഞാൽ അന്ന് ഇവൻ ബാലതാരമാണല്ലോ, നമുക്ക് പലതും ചെയ്യാം. ഇപ്പൊ ഇവൻ വളർന്നിട്ട് എങ്ങനെയുണ്ട്? അല്ല കുറെ കഥകൾ പറഞ്ഞു അല്ലേ? തമിഴിലും പറഞ്ഞിട്ടുണ്ട്, മലയാളത്തിലും പറഞ്ഞിട്ടുണ്ട്. കുറെ വരാറുണ്ട്, എനിക്കും വരാറുണ്ട്, അപ്പയ്ക്കും വരാറുണ്ട്. അച്ഛൻ മകൻ അല്ലെങ്കിൽ എന്താ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ഒരുപാട് അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ ജൂഡേട്ടനായിട്ട് ഞാനൊരു സിനിമ ചെയ്യാൻ കുറെ നാളൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. പിന്നീട് കുറെ നാൾ ടച്ചിലില്ലായിരുന്നു. പിന്നെ ഒരു ഫംഗ്ഷൻ വെച്ച് കണ്ടപ്പോ ഇങ്ങനെ പറഞ്ഞു, എടാ ഒരു സാധനം ഇങ്ങനെ ഉണ്ട്, നീയും അപ്പനും ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. 10 മിനിറ്റ് കേട്ടപ്പോ ഭയങ്കര ത്രില്ലടിച്ച് അപ്പൊ തന്നെ ഞാൻ അപ്പനെ വിളിച്ച് പിന്നെ കഥ കേട്ട് ഇങ്ങനെ പ്രൊമോഷൻ വന്നു. അതങ്ങനെ നടന്നു. അങ്ങനെ ഗോകുലത്തിനടുത്ത് കഥ പറയുന്നു, ഗോപാലേട്ടന് ഭയങ്കര ഇഷ്ടമാകുന്നു. അങ്ങനെ പെട്ടെന്ന് പ്രോജക്റ്റ് ഓൺ ആവുന്നു, വരുന്നു ഇദ്ദേഹം എല്ലാം അകത്തേക്ക് വരുന്നു. അതെ, ഒരു സീനിൽ ഞാനും ഇദ്ദേഹവും അതിനകത്ത് വരുന്നു, അദ്ദേഹവും അതെ, ആശാ ശരത്തും എല്ലാവരും. എനിക്ക് വടക്കൻ സെൽഫി കഴിഞ്ഞ സമയത്ത് ഞാൻ പ്രജിത്ത് ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് കഥ പറച്ചിലും കാണലും ഒക്കെ നടന്നിട്ടുണ്ട് ഒരു സമയം. അങ്ങനെ വേറെ ചില പരിപാടികളൊക്കെ. പക്ഷെ പുള്ളി ഇത്രയും നാൾ കഴിഞ്ഞിട്ടാണ് ഒരു പരിപാടി ഫുഡ് പിടിക്കാന്നുള്ള രീതിക്ക് വരുന്നതല്ലേ പ്രജിത്തേട്ടൻ്റെ കാര്യത്തില്? ഭയങ്കര നല്ലതായിട്ടും അത് ഒട്ടും ഒരു ടെൻഷൻ ഇല്ല, ഒന്നുമില്ല. പക്ഷെ എല്ലാ കാര്യങ്ങളും കറക്റ്റ്. എനിക്ക് ചില സമയത്ത് പേടിയാവും, യാതൊരു ടെൻഷൻ ഇല്ലാത്ത ഒരു മനുഷ്യൻ. ഒരു ടെൻഷൻ ഇല്ല. അതെ, അതൊക്കെ ഇപ്പൊ റെഡിയാവും, എല്ലാം ശരിയാവും. അങ്ങനെ കൂളായിട്ട്. അത് മറ്റേ ധോണിയുടെ ക്യാപ്റ്റൻസി പോലെയാണ്. മറ്റേ ഫുൾ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന അവസാനം ഒരു ബന്ധം ഒന്നുമില്ല, ജാടയില്ല, ഈഗോ ഇല്ല, ഭയങ്കര ക്ലീൻ. നീ കേറി വരും. അതിന്റെ ഇടയിൽ കൂടെ ഒന്ന് അതെ സ്വയം പരിചയപ്പെടുത്തടാ. അയ്യോ, ഷൂട്ടിങ്ങില് ഞാൻ വിചാരിച്ചു 2 പേര് മറ്റേ ഷൂട്ടിങ് കണ്ടിട്ട് ഇങ്ങനെ കുറെ നേരം ഡിസ്കസ് ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ കൂടെ ചിലപ്പോ ഫോട്ടോ എടുക്കാനായിരിക്കും. ഇങ്ങനെ വന്നു, എന്നെ ഇങ്ങനെ ക്രോസ് ചെയ്ത് നേരെ അഖിലിന്റെ അടുത്തേക്ക്. ഇവന്റെ ഫോളോവേഴ്സ് അറിയാമോ? മറ്റേ ഡിജിറ്റലില് അത് പറ, അതാ കണ്ടിത്. എന്നാലും സ്വയം പരിചയപ്പെടുത്താൻ തിരിച്ചെടുക്കേണ്ടി വരുമോ? എന്താ യൂട്യൂബ് ചാനലിന്റെ പേരെന്താ? അതിന്റെ പ്രൊമോഷൻ നടക്കട്ടെ. യൂട്യൂബ് ചാനലിന്റെ പേര്. ഇവൻ ഇത് തുടങ്ങണതിന് മുമ്പ് എന്നോട് പറഞ്ഞ ചേട്ടാ അതിനുള്ള അവസരം തരണം, യൂട്യൂബ് ചാനലിന്റെ കാര്യങ്ങൾ ഇതിന് പറയാനുണ്ട്. ഞാനത് പറയാൻ വേണ്ടി പറഞ്ഞതാ, നിങ്ങളത് വട്ടം വെച്ചു, അതിനാവശ്യമില്ല എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഈ നമ്മുടെ പാടുന്ന സുജാ ചേച്ചി ഉണ്ടല്ലോ, സുജാ ചേച്ചിയുടെ ഭർത്താവ് മോനാട്ടൻ, നിങ്ങളുടെ ഷട്ടിൽ കളി ഫ്രണ്ടൊക്കെ ആണല്ലോ. പുള്ളി ഒരു കാലഘട്ടം മുഴുവൻ സുജാ ചേച്ചിയുടെ കൂട്ടത്തിൽ പോയി. അത് കഴിഞ്ഞപ്പോൾ ശ്വേത പാട്ടിലേക്ക് വന്നു. പിന്നെ കംപ്ലീറ്റ്
ശ്വേതയുടെ കൂട്ടത്തിൽ പോവുക, പരിപാടിക്കൊക്കെ പോകുന്ന പുള്ളി പാട്ടാരാധകനാണല്ലോ. പാട്ടാരെ പുള്ളി പാടുകയും ചെയ്യും. പുള്ളി പാടുകയും ചെയ്യും, പാട്ടാരാധനാണ്. ലാസ്റ്റ് പാട്ടിന് ഓഡിയൻസിന്റെ ഇടയിൽ പോയി ഡാൻസും കളിക്കും. അതുകൊണ്ട് ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടിരിക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഒരു ദിവസം സ്റ്റേജിൽ ഞാൻ പെട്ടെന്ന് വിളിച്ചിട്ട് സുജാ ചേച്ചി ശ്വേത നിൽക്കുമ്പോൾ ഞാൻ വിളിച്ചിട്ട് പെട്ടെന്ന് മോനേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഭാര്യയും പാടും മോളും പാടും, ആരുടെ പാട്ടാ നല്ലതെന്ന് ചോദിച്ചേ. ഒരു വലിയ നിശബ്ദതയ്ക്ക് ശേഷം എസ് ജാനകി അമ്മയുടെ പാട്ട്, എന്താ ആ പാട്ട് എന്ന് പറഞ്ഞ് അങ്ങോട്ട് മറഞ്ഞു വേണം. ഈ നമ്മുടെ ഈ ആശകളായിരത്തിന്റെ ഒരു കഥയ്ക്ക് അങ്ങനെ ഒരു കോമൺ സ്പേസ് ഉണ്ടല്ലോ, നിങ്ങൾ രണ്ടുപേരും ഉണ്ട്, ഞാൻ അതിനിടെ വന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഈ ഈ കഥയുടെ ഒരു വീട്ടിൽ പാർവതി ചേച്ചിയുടെ പരിപാടി എങ്ങനെ നടക്കണം? പാർവതി ചേച്ചി എന്ത് പറയുന്നുണ്ട്? പ്രിവ്യൂ ഞാൻ ഈ പടത്തിന്റെ ഫസ്റ്റ് ഗ്ലിംസ് വിട്ടപ്പോ എന്തായാലും അച്ഛനും മോനും ഉണ്ട്, എന്നാ പിന്നെ അമ്മയും കൂടെ ആക്ട് ചെയ്യിപ്പിക്കായിരുന്നു എന്ന് കുറെ പേര് കമന്റിൽ ചോദിച്ചിരുന്നു. അത് അതിനു മുമ്പ് ആശ ഫസ്റ്റ് വന്നപ്പോഴേ അതാ ചോദിച്ചത്, എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഉണ്ട്, എന്റെ സ്ഥലത്ത് പാർവതി പിടിച്ചിരുത്തിയാ പോരായിരുന്നോ എന്ന് ഫസ്റ്റ് ഡേ തന്നെ ചോദിച്ചിട്ട്. ഞാൻ ചോദിച്ചത് ഈ പടത്തിന്റെ പ്രിവ്യൂ വീട്ടില് പാർവതി ചേച്ചി കണ്ടോന്നുള്ളതാണ്. ഇല്ല ഞങ്ങളെല്ലാരും 6-ാം തീയതി തിയേറ്ററിൽ തന്നെ പബ്ലിക്കിന്റെ കൂടെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. നമ്മള് ഡബിനൊക്കെ കണ്ടത്രേ ഉള്ളൂ, അല്ലാതെ കണ്ടിട്ടില്ല. പക്ഷെ ഇതുവരെ കണ്ടതിൽ ഒരു അതായത് എനിക്ക് തോന്നിയത് നമ്മളെ പറ്റി തന്നെ നമ്മൾ പറയാൻ പാടില്ല. എന്നാലും ആസ് എ ജയറാം ഫാൻ നമ്മൾ കുറെ നാൾ മിസ് ചെയ്ത ഒരു ജയറാം സിനിമ ഉണ്ടായിരുന്നു. അത് നമ്മൾ വെറുതെ ഇരുന്നിട്ട് അതാണ് ഇന്നേ വരെ ഞാൻ ചെയ്യാത്ത കഥാപാത്രമാണ് മറ്റേ ഒന്നുമില്ല, അങ്ങനെ ഇന്നേ വരെ ഒരു സിനിമ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. വരാത്ത കഥയാണ്. വരും ഇത് ഈ സിനിമ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുക, ചില ലൈറ്റ് ഹാർട്ടഡ് സ്ഥലത്ത് ആ സ്പാർക്ക് കിട്ടുക, ജനത്തിന് കിട്ടുക, രസം എന്റർടൈൻ ചെയ്യാൻ പോകുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് അത് കൊടുക്കുക എന്നുള്ളത് തന്നെയാണല്ലോ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. ഈ ഇതിനകത്ത് എന്റെ വീടും ജയറാമേട്ടൻ തന്നെ വിളിച്ചാൽ ജയറാമന്റെ അനിയനായിട്ട് ആണ് എനിക്ക് തോന്നുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ എന്നെ ആവർത്തിച്ചിട്ടുള്ള നായകൻ ജയറാമേട്ടനല്ലേ? ഏതിലെന്ന് പറയാം, ആശകളായിരത്തില് അല്ല, എന്തെനിക്ക് മനസ്സിലായില്ല. ഞാൻ ചേട്ടന്റെ അനിയനായിട്ട് ഈ പടത്തിൽ അതിനെ കുറിച്ച് ഞാൻ പറയും. അല്ല, ഞാൻ പറഞ്ഞത് എന്നെ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള നായകൻ, ഞാൻ ഒരുപാട് പടത്തിൽ ചേട്ടൻ്റെ കൂടെ ആയിട്ട് അഭിനയിച്ചേക്കുന്നത്. എന്നെ ഇത്ര ആവർത്തിച്ച വേറെ നായകനില്ല. പല പടങ്ങളിലും ഒതുങ്ങി തെളിഞ്ഞും സംവിധാനം ചെയ്യാൻ പോയപ്പോഴും എല്ലാത്തപ്പോഴൊക്കെ ചേട്ടന്റെ പടത്തിലുണ്ട് എന്നുള്ളതാണ്. ഇനിയുണ്ട് ചാൻസ്, കുറെ പടങ്ങളുണ്ട്, കുറെ പടത്തില് ഒന്നിച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കണ്ണും പിന്നെ മലയാളത്തിന് കുറച്ച് നാള് കഴിഞ്ഞിട്ടില്ലേ വരുന്നത്? നീയും കുറെ നാള് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു 4 years ആയി സിനിമ ചെയ്യുന്നു. അത് എന്താ പറയാ, ഇപ്പൊ എന്നെ കുറെ പേര് അറിയപ്പെടുന്നതിന് കണ്ണനായിട്ടാ. കാളിദാസ് എന്നുള്ള പേര് പോലും കുറച്ച് പേർക്ക് അറിയുള്ളൂ. ആ ഒരു അക്സെപ്റ്റൻസ് നമ്മുടെ വീട്ടിലെ ഒരു പയ്യൻ, അല്ലെങ്കിൽ ആ ഒരു അക്സെപ്റ്റൻസ് കിട്ടിയത് ഞാൻ ഈ ഫാമിലിയിൽ ജനിച്ചുകൊണ്ടാണ്. അപ്പൊ അതിനനുസരിച്ച് അവരുടെ ഇഷ്ടം ഫുൾഫിൽ ചെയ്യുന്ന പോലത്തെ നല്ല സിനിമകൾ ചെയ്യണം. നിന്നെ ചെറുപ്പം തൊട്ടേ കാണുന്നുണ്ടല്ലോ, നിങ്ങളുടെ ഇന്റർവ്യൂകളിലായിട്ടും ഫോട്ടോകളിലായിട്ടും. ഈ ചില ബാലതാരം ചെറുപ്പത്തിൽ കണ്ടിട്ട് പിന്നെ വലിയ താടിയൊക്കെ വെച്ച് പിന്നെ നമ്മൾ വേറെ അവസ്ഥയിലാണല്ലോ കാണുന്നത്. അങ്ങനെയുണ്ടല്ലോ, ഇവന്റെ എല്ലാ അവസ്ഥയും നമ്മള് ഘട്ടം ഘട്ടമായിട്ട് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ. അതൊരു കുഴപ്പവും കൂടെ. നിനക്കെന്നെ കുഴപ്പമില്ല, അങ്ങനെയൊന്നുമില്ല. നീ പറഞ്ഞു മോൻ വന്നില്ലേ താഴേക്ക് നോക്കും. ശിവന്റെ ബോണ്ട് ഉണ്ടല്ലോ, തമ്മിലുള്ള ബോണ്ട് ഭയങ്കര. സെറ്റിലാണെങ്കിലും അച്ഛമാവും കൊണ്ട് ഭയങ്കര നമുക്ക് കണ്ടാൽ നമുക്ക് അസൂയ തോന്നും. അല്ല, സീരിയസ്ലി 24 മണിക്കൂർ അച്ഛനെ കയറിയിരുന്നു, 24 മണിക്കൂർ മോനെ കയറി. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടേ. ഇത് പ്രജിത്ത് കഴിഞ്ഞിട്ട് സാധനം ഇട്ടിട്ട് നീ ഇതിന്റെ വ്ലോഗ് ചെയ്യുന്നുണ്ട് ഇവിടെ, വേറെ ക്യാമറ വെച്ച് എടുക്കുന്നുണ്ടോ? എന്താ നിന്റെ പരിപാടി? നീ പറയാ, കുറച്ചിട്ട് നീയാ നമ്മുടെ സീരിയസ്ലി ഷൂട്ടിങ്ങിനിടയ്ക്ക് നിങ്ങൾക്ക് എന്ത് തോന്നി ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിട്ട്? നല്ല ഹാപ്പിയാണ്. അവന് അസൂയപ്പെടുമായിരുന്നു നിങ്ങളുടെ ബോണ്ട് കണ്ടിട്ട്. രാവിലെ അച്ഛൻ വാരി കൊടുക്കുന്നു, മകന് അച്ഛനെ കെയർ ചെയ്യുന്നു. അങ്ങനെ നീ എന്താ ഉദ്ദേശിച്ചത്? ഷൂട്ടിനിടയ്ക്ക് ഗ്രൗണ്ടിൽ ഷൂട്ട് ഉണ്ടായിരുന്നു. ജയറാമേട്ടൻ മുട്ടിലിങ്ങനെ ഇരിക്കണമായിരുന്നു. അപ്പൊ ഇരുന്നപ്പോ ജയറാമേട്ടൻ കുഴപ്പമില്ലടാ, എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ടെൻഷൻ മൊത്തം കൂടെ അപ്പക്ക് കാലുവേന മുട്ടുവേന എടുക്കും. സത്യമായിട്ടും കണ്ടോണ്ടിരിക്കുക. കാരണം എനിക്ക് ഭയങ്കര ഏതാ നല്ല 8-10 കിലോയുടെ ചെണ്ട തൂക്കി 3 മണിക്കൂർ കൂട്ടുന്ന ആക്ക് ഇരുന്നപ്പോ മുട്ടുവേന ഒരക്രമ. പക്ഷെ ഇവനെ പണ്ട് ജയറാമേട്ടൻ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അത് ഒരിക്കൽ ഞങ്ങള്
ഞാൻ കഥ പറഞ്ഞെന്ന് പറയും നാട്ടുകാർ, എന്നാലും പറയാം. ഈ മെക്സിക്കോയുടെ ബോർഡറിലെത്തി അമേരിക്കയിൽ ഒരു പരിപാടിക്ക് പോയിട്ട്, അപ്പം ജയറാമേട്ടന്റെ കൂട്ടത്തിൽ ഞങ്ങൾ പരിപാടിക്ക് പോയേക്കുക. പരിപാടിക്ക് പോയൊരു 30-40 ദിവസം ഉണ്ടാവുമല്ലോ പരിപാടി. ഒരു 25 ദിവസം കഴിഞ്ഞപ്പോൾ ഇവനൊക്കെ വന്നു. കണ്ണനും മറ്റേ പ്രിയാമണിയുടെ തലയിൽ വീണത് വീണ പരിപാടി. ഞാൻ മാത്രമേ വന്നുള്ളൂ. ഇവൻ വന്നു കഴിഞ്ഞിട്ട് ഇവൻ ഞങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് ദിവസം പരിപാടിക്ക് കണ്ണനും കൂടെ വന്നിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോ മെക്സിക്കോയുടെ ബോർഡറത്തിൽ ഒരു കൊട്ടുന്ന സാധനം, എന്റെ ഡർബൂക്കയോ അങ്ങനെ എന്താ പറയുന്ന ഒരു കൊട്ടുന്ന സാധനമുണ്ട്. അത് വണ്ടിക്കകത്തിരിപ്പുണ്ട്. അപ്പോൾ US-ലൊന്നും അങ്ങനെ വെറുതെ പോയി കൈനീട്ടി ആരും 10 പൈസ തരൂല. നിങ്ങൾ എപ്പോ നോക്കിയാലും ഈ മേത്ത് മുഴുവൻ കളർ അടിച്ചിട്ട് നിശ്ചലനായിട്ട് നിൽക്കുക, റോഡിൽ കിടന്ന് എന്തെങ്കിലും ഒരു പണി കാണിക്കാതെ ഫ്രീ ആയിട്ട് ആരും പൈസ കിട്ടൂല. അപ്പം ഒരു ഹോട്ടലിൽ നിർത്തി കഴിച്ചിറങ്ങിയിട്ട് പതുക്കെ ജയറാമേട്ടൻ ആ ദർബുക്ക് എടുത്ത് റോഡിന് നടുക്കിരുന്ന് കൊട്ടാൻ തുടങ്ങി. ഞാൻ, ഹരിശ്രീ യൂസഫ്, ചിലരൊക്കെ ചെറിയ നമ്മുടെ ഭാഷയിലുള്ള ചില മലയാളം പാട്ട് പാടാൻ തുടങ്ങിയപ്പം 1-2 പേര് പൈസ ഇടാൻ തുടങ്ങി. ഞങ്ങൾ വെറുതെ റോഡ് സൈഡിൽ ഇരുന്ന് പാടുകയാണ്. ഞങ്ങൾ ഇവൻ എന്ത് ട്രെയിൻ ഉണ്ടാകുന്നറിയാം. ഇവൻ അപ്പം തന്നെ ആരും പറയാതെ ഒരു തൊപ്പിയായിട്ട് ദൂരെ നിൽക്കുന്നവരുടെ അടുത്ത് പോയി നടന്ന് ഇവിടെ കൊണ്ട് ഇടുന്നത് പോട്ടെ, അത് നമുക്ക് കിട്ടിയത് നോക്കി. ഇവൻ അപ്പം തന്നെ അതൊക്കെ തൊപ്പിയായിട്ട് അങ്ങ് ദൂരെ നിന്ന് കേൾക്കുന്നവരുടെ അടുത്തൊക്കെ പോയിട്ട് മെക്സിക്കൻ ആൾക്കാരുടെ നല്ല തിരക്കില്ലാത്ത ഡോളർ ഒന്നും ഉണ്ടാക്കി എന്നുള്ളതാണ്. പക്ഷേ പ്രിയാമണി അടിച്ചോണ്ട് പോയി. ആരോ കൊണ്ടുപോയത് പ്രിയാമണി അറിഞ്ഞിട്ടുണ്ടോ ഇത്? എനിക്ക് ധർമ്മനെയൊക്കെ ആ കേസിൽ സംശയമുണ്ട്. ഈ പൈസ അന്ന് ഡോളർ കിട്ടി നമ്മൾ ആർക്കോ കൊടുത്ത് പിന്നെ അത് കഥ വഴി പോയിട്ടുണ്ടെന്നുള്ളതാണ്. ധർമ്മൻ മറ്റേ മേടിച്ചവിടെ വെച്ചിരുന്നു. അതുണ്ട്. അതായത് പ്രിയാമണി 5 ലിറ്ററിന്റെ 5 ലിറ്ററിന്റെ ഒരു കുപ്പി. നീ കണ്ടിട്ടില്ലല്ലോ, നീ 5 ആയിട്ടായിരിക്കും ഇവിടെ മേടിക്കുന്നത്. അപ്പൊ അത് 5 ലിറ്ററിന്റെ മദ്യത്തിന്റെ കുപ്പിയാ പറഞ്ഞത്. അത് ബസിന്റെ മേളിൽ ഇങ്ങനെ അടയ്ക്കുന്ന സാധനം ഉണ്ടല്ലോ, അതിൽ വെച്ചിട്ടുണ്ട്. താഴെ ചേർന്നിട്ട് കാണാതിരിക്കാൻ വേണ്ടി ധർമ്മൻ ഈ ബോട്ടിൽ വെച്ചിട്ട് മറ്റേ റെയിൻ നമ്മൾ ആ സാധനം പ്രിയാമണി ഊരി വെച്ചിരുന്നു. അതെടുത്ത് ഇത് മറിച്ച് കംപ്ലീറ്റ് അകത്തേക്ക് വെച്ചിരുന്നു. എടുത്തു വെച്ചു. ഇതെല്ലാം കഴിഞ്ഞ് താഴെ ചേറിൽ പ്രിയാമണി ഇരുന്ന് ഇങ്ങനെ ഉറങ്ങുക. പ്രിയാമണി ഇത് കോട്ടെടുത്തു. കോട്ടെടുത്തപ്പോഴല്ലേ വീണത്? പ്രിയാമണി കോട്ടെടുത്തപ്പോഴല്ലേ, കോട്ടിൽ നിന്ന് ഉരുണ്ടിട്ട് പോയിട്ട് പ്രിയാമണി ഉറങ്ങുന്നതിന്റെ മേളിൽ വന്നു. അപ്പൊ ഈ സാധനം ഇങ്ങനെ ഹൈറ്റ് കുറഞ്ഞിങ്ങനെ ചാടി പൊക്കിയപ്പോ കൃത്യം ബസ്സിൽ നിന്ന് അത് ഉരുണ്ടിട്ട് നേരെ താഴെ 5 ലിറ്റർ തലയില്. അന്ന് എന്നിട്ട് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി. പ്രിയമണിയുടെ തലയൊക്കെ നോക്കി, എല്ലാരും നോക്കിയിട്ട് ധർമ്മനാണെങ്കിൽ അത് വിടാതെ പിടിച്ചിട്ട് എല്ലാരും കൊണ്ടുപോകുമ്പോ വല്ലതും പറ്റി കാണുമെന്ന് ഇവരെന്താ ചോദിച്ചത്? പൊട്ടി കാണുമെന്ന്. ശരി, ഇനിയിപ്പോ പ്രിയാമണിയുടെ പ്രമോഷൻ എന്ന് വിചാരിക്കുക. ആശകളായിരത്തിനെ പറ്റി എന്തെങ്കിലും പറ. നമ്മൾ വന്ന് എന്നിട്ട് ശരിക്കും ഒരു അവതാരകൻ ഞങ്ങളോട് ഇവിടെ ഇന്ന് വരാന്ന് പറഞ്ഞിട്ടായിരുന്നു പരിപാടിയുടെ. ആൾ അവസാന നിമിഷം എന്തോ പനി പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എത്തിയില്ല. പണ്ട് ഇവന് നമ്മൾ വെള്ളം കൊടുത്ത് നിർത്തിയേക്കാണ്. പക്ഷെ ഇവനെ കൊണ്ട് പറ്റുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഈ ആശകളായിരം എന്ന് പറയുന്ന ഒരു പടം ഞാനിപ്പം ഒരു ദിവസം അഭിനയിച്ചല്ലേ നിങ്ങൾ പറഞ്ഞാലേ, പ്രജിത്തേടനെ നമുക്ക് വലിയ കോൺഫിഡൻസ് ഉള്ളൊരു സംവിധായകനാണ് അയാള്. ഈ വടക്കൻ സെൽഫി എന്ന് പറയുന്ന പടം കഴിഞ്ഞ് ഇത്ര നാൾ നിൽക്കുന്നു. നിങ്ങൾ ഒരു പടം കുറേ നാളിന് ശേഷം ഒന്നും കാണാണ്ട് അത് കമ്മിറ്റ് ചെയ്യില്ല. ഗോകുലം അതിൻ്റെ പ്രൊഡക്ഷനിൽ വരുന്നു. ഈ നമ്മൾ ആളുകളോട് ഇത് പുതിയൊരു മ്യൂസിക് ഡയറക്ടർ വരുന്നു. പുതിയതല്ല. അങ്ങനെ ഞാൻ നേരത്തെ ഞാനൊരു കാര്യം ചോദിച്ചത്, നമ്മൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. പാർവതിച്ചേച്ചനെ അത്ര കാണുന്നില്ല. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അഭിനയം തുടങ്ങിയതിന് ശേഷം ഈ സിനിമയിലെ പോലെ ഒരു എന്താ പറയുന്ന ഒരു അഭിപ്രായ വ്യത്യാസങ്ങളോ ഒപ്പങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? ഈ പടത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതാ ഞാൻ ചോദിച്ചത്. എല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു 60-70% അത് തന്നെയാണ്. അതുകൊണ്ട് അഭിനയിക്കേണ്ടി വന്നില്ലെന്ന് പറഞ്ഞു വീട്ടില്. അതെ, വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ. ഉടൻ ആ വെള്ളടിച്ച് വരുന്നത് ഞങ്ങൾ രണ്ടുപേരും എന്നും വൈകുന്നേരം വെള്ളടിച്ചിട്ട് വരണോ ചോദിക്കരുത്. വരാറുണ്ട്, പക്ഷെ വേറെ സമയത്ത് പരിപാടിയില്ല. ഈ ജയറാമേട്ടനും ജയറാമേട്ടനെ കാണുന്നതിൽ എനിക്കൊരു വലിയ ഇതുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ സിനിമ കഴിഞ്ഞാല് ഒന്ന് സ്റ്റേജിന്റെ കാര്യത്തിൽ ജയറാമേട്ടൻ ഇതുവരെ ടച്ച് വിട്ടു പോയി എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. എത്ര കൊല്ലമായെന്ന് ആലോചിക്കണം. ടച്ച് വിട്ടു പോയി. ഇപ്പോഴും ഏത് തമിഴ്നാട്ടിൽ കിടക്കുന്ന ഇവന്റ് ആണെങ്കിലും അവിടെ വന്ന് ജയറാമേട്ടൻ വളരെ ഗംഭീരമായിട്ട് ജയറാമേട്ടൻ്റെ ഒരു സിഗ്നേച്ചർ ഇട്ടിട്ട് പോകും. മേളം പരിപാടിയാണെങ്കിൽ, അല്ലെങ്കിൽ സിനിമ കഴിഞ്ഞാൽ എന്താ നമ്മളൊരു ഭയങ്കര അംബീഷ്യസ് ആയിട്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നല്ല. പുള്ളിക്ക് സിനിമ കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ചെറിയ പശു വളർത്തലുണ്ട്.
വീഡിയോക്കകത്ത് കണ്ടിട്ടുണ്ട്. വീഡിയോക്കകത്ത് കണ്ടിട്ടുണ്ട്. ഫാമുണ്ട്, ചെണ്ട പരിപാടികളുണ്ട്, ഈ അന്യഭാഷ പരിപാടികൾ. മോസ്റ്റ് വാണ്ടഡ് സപ്പോർട്ടിങ് ആക്ടർ എന്നാണ് ഈയിടെ ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ വായിച്ചിട്ടുള്ളത്. ജയറാമേട്ടൻ ഇതിനിടെ പറഞ്ഞല്ലോ, ഒരു ജയറാം ഫാൻ എന്നുള്ള നിലയിൽ നമുക്ക് ഒരു മിസ്സിംഗ് ഉണ്ടെന്നുള്ളത്. ഞാൻ ആ ഗണത്തിൽപ്പെട്ട, ഞാനൊരു 90കളുടെ പകുതിക്ക് ജയറാമേട്ടൻ ഇങ്ങനെ 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 നിന്നിട്ട് അടിച്ച് പൊരിക്കുന്നത് ഇങ്ങനെ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണ്. ശരിക്കും അവിടെ അങ്ങനെ ഒരു മിസ്സിംഗ് ഇവിടെ ഉണ്ട് ചേട്ടാ. ശരിക്കും ഒരു 2019 കൂടി ഞാനായിട്ട് തന്നെയാണ് വിചാരിച്ചത്, ഇനി ഒരു നല്ല സിനിമ വരികയാണെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ അപ്പോഴാണ് ഈ അന്യഭാഷാ സിനിമകളൊക്കെ വന്നു തുടങ്ങിയത്. ചെയ്യാം, എപ്പോഴെങ്കിലും നല്ല സിനിമ വരും. അങ്ങനെ വെയിറ്റ് ചെയ്ത് കുറെ കഴിഞ്ഞപ്പോഴാണ് ഒരു ഓസ്ലർ പോലത്തെ സിനിമ വന്നത്. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ സത്യേട്ടൻ മകൾ എന്നുള്ള സിനിമയ്ക്ക് വിളിച്ചു. ആ 2 സിനിമ ആകെ ഈ 5-6 വർഷത്തിൽ ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു സ്പാർക്ക് തോന്നിയ സിനിമയാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്. കഥ കേൾക്കൽ കുറച്ചിട്ടുണ്ട് ജയറാമേട്ടൻ. അതാണ്, അത് നല്ല കേൾക്കാറുണ്ട്. കേട്ടതിൽ അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു കാരണം ചെയ്യുമ്പോൾ ആൾക്കാരുടെ മുമ്പിൽ പിന്നെ ഒരു സിനിമയായിട്ട് പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റണം, പഴയതുപോലെ ഉണ്ടെന്ന് പറയാൻ നോക്കണം. അല്ലാതെ വെറുതെ ഒരു ഇതായിട്ട് പോയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പക്ഷെ ഒരു സ്പേസ് ഇങ്ങനെ വാക്കുമായിട്ട് കിടക്കുന്നുണ്ട്. നല്ല എന്റർടൈൻമെന്റ് സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്നിടത്ത് നമ്മൾ തന്നെ ആഗ്രഹിച്ചിട്ട് നമ്മുടെ ഫസ്റ്റ് പടം ഹിറ്റായിട്ട് നമ്മൾ രണ്ടാമത്തെ പടം ഒരുമിച്ച് ചെയ്തിട്ടില്ല. ഇല്ല, അത് ചെയ്യണം. ഞാൻ വരുന്നുണ്ട് ഉടനെ തന്നെ. ഞങ്ങൾ ആദ്യ സിനിമ കഴിഞ്ഞിട്ട് എത്ര സബ്ജക്റ്റ് ആലോചിച്ച് വെച്ചിട്ടുണ്ട്. ആലോചിച്ചിട്ടുണ്ട്. ഒരെണ്ണം വരും, ഒരെണ്ണം വലിയ താമസമില്ലാതെ ഒരെണ്ണം അങ്ങനെയൊക്കെ ആയിട്ട് ഇറക്കാൻ പറ്റട്ടെ. നീ എന്തെങ്കിലും ഒന്ന് പറയോ? ഞാൻ ഈ പടത്തോട് വരാൻ കാരണം ശരി ജൂഡേട്ടനാ. കാരണം കഥയുണ്ട്, ജൂഡേട്ടന്റെ 2 മക്കളുണ്ട്. അവർ സ്ഥിരം എന്റെ വീഡിയോ കാണുന്നു യൂട്യൂബിനകത്ത് വൈകിട്ട്. ജൂഡേട്ടൻ ഇപ്പൊ വീട്ടിൽ ചെന്നാലും ടി വിക്ക് അതായിരിക്കും ഇട്ടേക്കുന്നത്. അങ്ങനെ കണ്ട് 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 പുള്ളിനെ വിളിച്ച. അപ്പൊ എന്റെ അവസ്ഥ തന്നെയാണ്. പത്മനാഭൻ സാറിന്റെ മകൻ കലാഭവന്റെ വീഡിയോ കാസറ്റ് പലതവണ കണ്ട് 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 അങ്ങനെ അച്ഛനടുത്ത് പറഞ്ഞിട്ടാണ് ഞാൻ സിനിമയിൽ വന്നത്. അപ്പോൾ സെയിം ഇനി എന്ത് വേണം? എന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിനോട് അഭിനയിക്കാൻ പറ്റിയതാ. കാരണം കൊച്ചിലെ തൊട്ട് നമ്മള് ഈ അവധി ദിവസങ്ങളിൽ ഫുള്ള് TV തുറന്നു ഫുൾ ടൈം വാല്യൂ ഉള്ള സിനിമകൾ എന്ന് പറയുന്നത് നമ്മൾ ഈ കോമഡി ക്ലിപ്സ് ഉണ്ടല്ലോ. നിങ്ങൾക്ക് അന്നൊരു കാലം മുഴുവൻ സാറ്റലൈറ്റ് ചാനലുകളിൽ രാത്രി കോമഡി ക്ലിപ്പുകൾ ഇടുമല്ലോ. കഴിഞ്ഞ ഒരു 10 കൊല്ലം ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെയൊക്കെ പരിപാടിയുടെ ഇടയിലകത്തല്ല യൂട്യൂബ് ഏതെങ്കിലും വിട്ടുകൊടുക്കുമല്ലോ. ഇപ്പൊ ഒരു കഴിഞ്ഞൊരു 10 കൊല്ലത്തെ പടങ്ങളിൽ നമ്മളൊരു കോമഡി ക്ലിപ്സ് തപ്പിയാല് ഭയങ്കര കുറവെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എത്തി. വളരെ ലിമിറ്റഡേ ഉള്ളൂ അല്ലേ. ഒരു സംഘം ഇവരുടെ ഒരു ബാച്ച് ഉണ്ടല്ലോ, പപ്പുവേട്ടൻ, ഇവര് ചേട്ടൻ, ജഗദീശൻ, എല്ലാരും കൂടെ അല്ലെങ്കിൽ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ മനസ്സിലാക്കുക, അതൊക്കെ എനിക്ക് ഭയങ്കര, ഞാൻ റിപ്പീറ്റ് കുറെ അടിച്ച് കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ എപ്പോഴും എനിക്ക് മലയാളത്തിലുള്ള ജയറാമണ്ണ സീനിലില്ലെങ്കിൽ ഈ മനസ്സിനക്കരയില് ഷീലാമ്മയും ലളിത ചേച്ചിയും യാത്ര പറയുന്ന സീനൊക്കെ എനിക്ക് എന്തൊരു ഫീൽ ചെയ്യുന്ന സീനാണ് അല്ലേ. ഇപ്പോഴും മീം പേജസിലൊക്കെ വരുന്ന നല്ല തലവേദന കിടക്കട്ടെ, നല്ല തലവേദന കിടക്കട്ടെ. അല്ല, മീമും ജയറാമേട്ടന്റെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നമ്മുടെ പാപ്പ ഉണ്ട്. പാപ്പ ഒരു സർപ്രൈസ് ഉണ്ട് ആശകളായിരത്തില്. സംഗതികൾ പിന്നെ പാപ്പ അല്ല ഞാൻ ചോദിച്ചത്. നമ്മുടെ പഴയ പടങ്ങളെ ടിവിയിൽ വരുമ്പം ഇരുന്ന് കാണും. പഴയ പടങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഞാനൊക്കെ സിനിമയിൽ വരുന്നതിന് മുമ്പുള്ള സിനിമകളും കാണും. അത് കാണും. ഇപ്പൊ പ്രേംനസിന്റെ ഒരു സിനിമ രാത്രി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ടെങ്കിൽ മുഴുവൻ അടുത്ത് കിടക്കും. ഞാന് ഈ ഇടയ്ക്ക് ഉർവശി ചേച്ചിനെ കണ്ടപ്പോ ഒരു പടം വരുന്നുണ്ടെന്ന് തോന്നുന്നു. അല്ലേ, ഞാൻ ഇങ്ങനെ ഇന്റർനെറ്റ് തട്ടിയപ്പോ ഒരു ഇത് കണ്ടു. നിങ്ങൾ തമിഴില് അല്ലേ, നിങ്ങൾ രണ്ടും കൂടെ എന്ത് രസമാണ്. അപ്പോ ഞാൻ ഉർവശി ചേച്ചിയോട് ഇങ്ങനെ പറഞ്ഞേ, ഒരു സീൻ ഈ ചേട്ടൻ വന്നിട്ട് പറയുമല്ലോ, എനിക്കൊരു മലയാളിയെ മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ എന്ന്. അപ്പൊ തമിഴത്തി എന്ന് ഓർത്തിട്ടാ ഇത് പറയുന്നത്. അപ്പൊ ഉറവശിച്ച് കഴിഞ്ഞിട്ടാ ശരിക്കും അത് വന്ന് ഞങ്ങള് മലയാളികളാണ്. ഒരു രസമുള്ള സീനുകളല്ലേ ഞാൻ പറഞ്ഞത്. ആ സൈസ് സിനിമകളുടെയൊക്കെ ഒരു സ്പേസിലേക്ക് വേണമെങ്കിൽ അതിന്റെ ഒരു പുതിയ വെർഷനായിട്ട് നമുക്ക് ഈ സിനിമേനെ ഒന്ന് പൊള്ളിക്കാൻ പറ്റും. ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് സാമ്യം ഇല്ലെങ്കിൽ പോലും അതാ ഞാൻ പുതിയ കാലത്ത് പറ്റില്ലെങ്കിലും ആ ഒരു നമ്മള് അതുമായിട്ട് കമ്പാരിസൺ അല്ല, അതൊന്നും ഇനി ചെയ്തവർക്ക് പോലും പറ്റില്ല. നിങ്ങളൊക്കെ കൂടെ തന്നെ ഇറങ്ങി പുറപ്പെട്ടാൽ പോലും ആ ഒരു സെറ്റ് ഓഫ് സിനിമകൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. പക്ഷെ അതുപോലത്തെ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നമുക്ക് അങ്ങനത്തെ ഒരു പരിപാടി വളരെ സിമ്പിൾ ആയിട്ടുള്ള കണ്ടിരിക്കാൻ പറ്റിയ ഒരു സംഭവമായിരിക്കും. നിനക്ക് ഈ
തമിഴ്നാട്ടിലാണല്ലോ കണ്ണന്റെ ചെറുപ്പം കേരളവുമായിട്ടുള്ള കണക്ഷൻ ഇവരുടെ ലൊക്കേഷൻ വരാറുണ്ടായിരുന്നോ ചെറുപ്പത്തിലൊക്കെ? ഞാൻ ആ കാലമൊന്നും എനിക്ക് അത്ര ബന്ധമില്ല, നീ ഇച്ചിരി വലുതായിട്ട് ഞാൻ കാണുന്നത്. അതുകൊണ്ട് പറഞ്ഞു. ഞാന് പഠിച്ചത് വളർന്നതൊക്കെ ചെന്നൈയിലാണെങ്കിലും എങ്ങനെ പോയാലും ഒരു 2-3 മാസം കൂടുമ്പോൾ ഒരു 10-15 ദിവസം നാട്ടിലായിരിക്കും. അതെ. പിന്നെ ഓരോ വെക്കേഷൻ വരുമ്പോഴും എന്തെങ്കിലും 2-4 ദിവസം ഗ്യാപ്പ് കിട്ടുമ്പോഴാണെങ്കിലും അപ്പൊ നേരെ ഞങ്ങളെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരും. ഏതെങ്കിലും ഷൂട്ടിംഗ് സെറ്റിലായിരിക്കും. പല ക്രിസ്മസും പല ന്യൂ ഇയറും പല ദീപാവലിയും ഒക്കെ ഓരോ ഷൂട്ടിംഗ് സെറ്റിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോഴും ഓർമ്മയുണ്ട് നമ്മുടെ എൻ്റെ വീട് അപ്പൂന്റെയും ഷൂട്ടിംഗ് നടക്കുമ്പോ തന്നെ സ്കൂളിൽ പോയിട്ടില്ലല്ലോ, ഇവിടെ ഒരു 4-5 മാസം ലീവ് എടുത്ത് അങ്ങനെയാണ് പഠിക്കാൻ ലേശം കുഴപ്പമായത്. പിന്നെ പഠിത്തത്തിൽ 4 മാസം കൊണ്ടാണ് ഒരു 4 വർഷം ബാക്കിലേക്ക് പോയത്. താനിതൊരു വലിയ വേഷമല്ലേ? എന്റെ കൂടെ ത്രൂ ഔട്ടുണ്ട്. അപ്പൊ എങ്ങനെ നമ്മളെയൊക്കെ ചില കുഴപ്പം പിടിച്ച ഡയലോഗൊക്കെ സെൽഫായിട്ട് കയ്യിൽ നിന്ന് ഇടും. അതൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഒന്നും കേൾക്കുന്നില്ല. സിനിമയിലിടുന്നുണ്ടോ? ഈ ഞാനൊരു ദിവസം ഉള്ളൂ ഈ സിനിമയിൽ. എനിക്ക് മറ്റുള്ള ആർട്ടിസ്റ്റുകളുടെ ഒരു നിര, നമ്മളിപ്പോ നേരത്തെ ഒരു സംഘത്തിനെ പറ്റി പറഞ്ഞിടത്തുനിന്ന് ഞാൻ ചോദിക്കുക, ഇതിനകത്തുള്ള വേറെ ആർട്ടിസ്റ്റുകളുടെ പരിപാടികൾ ആരൊക്കെയായിരുന്നു നിങ്ങൾ ചെയ്തത്? ഇതില് കുറെ ഇന്റർവ്യൂസിൽ പോകുമ്പോ എല്ലാരും ചോദിക്കാറുണ്ടായിരുന്നു അച്ഛൻ്റെ കയ്യിൽ നിന്ന് എന്താണ്, അച്ഛൻ തന്ന അഡ്വൈസ് എന്താണ്, അച്ഛൻ്റെ കയ്യിൽ നിന്ന് പഠിച്ചത് എന്താണെന്നൊക്കെ. ഞാൻ ഓരോ സിനിമയിൽ പോകുമ്പോഴും ഇപ്പോൾ ഇവന്റെ ഫസ്റ്റ് പടമാണ് ആശകളായിരം. പക്ഷെ ഞാൻ കോമഡിക്ക് പറയുന്നതല്ല, ഇവന്റെ കയ്യിൽ നിന്ന് കുറേ കാര്യങ്ങൾ ഞാൻ ചെറിയ കാര്യങ്ങൾ പഠിച്ചു. അതായത് എങ്ങനെ ഒരു സീനിൽ ചെറിയ ചില കൗണ്ടർ ആണെങ്കിൽ പോലും ടൈമിങ്ങിൽ എങ്ങനെ അടിക്കണം, കറക്റ്റ് ആയിട്ടല്ലേ. അപ്പൊ ഇവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുന്ന ഇപ്പൊ ആസ് ചേച്ചി അമ്മയായിട്ട് ഞാൻ ആദ്യം ശരിക്കും എനിക്ക് ആസ് ചേച്ചിയെ പരിചയമില്ല. ഇവര് തമ്മിൽ പരിചയമുണ്ട്, ഒരേ നാട്ടുകാരാ. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, മറ്റേ ദൃശ്യത്തിലൊക്കെ പോലീസായിട്ടേ കണ്ടിട്ടുള്ളൂ. പിന്നെ നേരിട്ട് കാണുമ്പോൾ ശരിക്കും എനിക്ക് അത്രയ്ക്കും ഞാൻ അത്രയും ഫ്രീ ആയിട്ട് ബിഹേവ് ചെയ്യും. എൻ്റെ ശരിക്കും ആ ഒരു അമ്മ മോൻ വൈബ് ശരിക്കും ഭയങ്കരമായിട്ട് കിട്ടിയായിരുന്നു. അപ്പൊ അങ്ങനെ ആസ് ചേച്ചി, പിന്നെ എന്റെ സിസ്റ്റർ ആയിട്ട് അഭിനയിച്ച സൂര്യ ആളും അടിപൊളിയായിരുന്നു. ആളുടെ ഫസ്റ്റ് പടം എന്നെ കാണുമ്പോ തന്ത വൈബ് തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞു പടത്തിൽ. പറഞ്ഞു അതിട്ടിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞ കയ്യിൽ നിന്ന് കുറെ ഇട്ട് മൊത്തം തന്ത വൈബാണല്ലോ, മൊത്തം തന്ത വൈബാണല്ലോ. അതെ, ഇവര് വേറൊരു ബാച്ചിന്റെ വിചാരി തീരെ. എന്റെ സ്വന്തം വീട്ടില് ഈ ഇടയ്ക്ക് ഞാൻ ഏതോ ഒരു മ്യൂസിയത്തിൽ എങ്ങാണ്ട് പോയി, ഒരു പഴയ ഇതുപോലത്തെ സ്ഥലത്ത്. അപ്പൊ അവരെന്തോ ഒരു പഴയ സാധനം എടുത്ത് കാണിച്ചിട്ട് പണ്ടുള്ള ആളുകൾ തീ ഉണ്ടാക്കാൻ അരടി കടയോ അങ്ങനെ എന്തോ ഒരു സാധനമാണെന്ന് പറഞ്ഞപ്പോഴേ എന്റെ മോൻ എന്നോട് ചോദിക്കുക, അച്ഛനൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ ആയിരുന്നോ? ഞാൻ നൂറ്റാണ്ട് മുമ്പുള്ള ആളാണ്, അല്ലാതെ ഇവന് 20 കൊല്ലം മുമ്പ് ഒക്കെ ഏട്ടാ. ഞാനൊക്കെ എന്റെ വീട്ടിൽ ചെറുപ്പത്തിൽ അരണി ഇവനൊക്കെ ഒരു പഴയ കാലം ഉണ്ടോ? എടാ അത്രയൊന്നും ഇല്ല കേട്ടോ. ഇവനൊക്കെ അങ്ങ് അപ്പോട്ടെ പഞ്ചായത്തിൽ എത്തിക്കുന്ന പരിപാടി അത്ര നീതിയല്ല. അല്ല, ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ പോലും ഇപ്പൊ എന്നെ കണ്ട തന്തയോട് തോന്നുന്നത് അങ്ങനെ അതാണ് ലുക്കില് ഞാൻ അറിഞ്ഞോണ്ട് തന്തയെ പിടിച്ച. അപ്പൊ ഞാൻ മുണ്ടെടുത്ത് വരാത്ത എന്ത് നന്നായി. അപ്പൊ തന്ത വൈബ് പറഞ്ഞല്ലേ? തന്ത വൈബ് പറ, എങ്ങനെ ഉണ്ടായിരുന്നു പടത്തിന്റെ എക്സ്പീരിയൻസ്? ഞാൻ വേറെ ആർട്ടിസ്റ്റുകളെ ശരത്തിൽ നിന്ന് പിന്നെ തിരിഞ്ഞു പോയി. ഷറഫുദ്ദീൻ, ഷറഫിക്ക ഉണ്ട്. ശരിക്കും ഷറഫിക്കയ്ക്ക് വലിയൊരു താങ്ക്സ്. കാരണം ഷോർട്ട് നോട്ടീസിൽ വന്ന് നമുക്ക് വേണ്ടി ചെയ്തു തന്നെ നല്ല പെർഫോമൻസ് ആണ്. ഞങ്ങള് കൊറേ ചിരിച്ചു. അല്ല അതല്ല, ശരിക്കും നല്ലപോലെ ചിരിച്ചു. കൊള്ളാം, ഇവരുടെ ബോണ്ട് കൊള്ളാം, എല്ലാരും കൊള്ളാം. ഷറഫിന് പ്രൊഡക്ഷൻ ഉണ്ട്. അങ്ങനെ കിട്ടിയാലോ. അല്ല, ശരിക്കും ഷർഫിക്കയുടെ ഒരു സീനുണ്ട് ഇങ്ങനെ വന്ന് കരയുന്നത്. അതൊക്കെ നല്ല രസമായിരുന്നു. നമ്മൾ ഒരുപാട് ചിരിച്ചില്ല അവിടെ. അല്ല ശരിക്കും ഗ്രൗണ്ട് വെച്ചിട്ട് ഒരാൾ ഒന്ന് കരയുന്ന അങ്ങനെ കോമഡി ആയിട്ട് പുള്ളി ചെയ്തപ്പോ നല്ല രസമായിരുന്നു. ഓർമ്മയില്ലേ? ഒരുപാട് അത് കോമഡി ആയിട്ടാണ് പുള്ളി ചെയ്തപ്പോ നല്ല രസമായത്. പിന്നെ ഇതിലെ ടെക്നിക്കൽ ക്രൂ ആണെങ്കിലും സ്വരൂപേട്ടൻ ക്യാമറ, സനില് മ്യൂസിക്, നമ്മുടെ തുടരുമിലെ ഷഫീഖാണ് എഡിറ്റർ.
എല്ലാവരുടെയും നല്ലൊരു വർക്കാണ് എല്ലാരും ചെയ്തേക്കുന്നത്. രഞ്ജിത്തേട്ടനാണേലും വടക്കൻ സെൽഫി എന്ന് പറയുന്ന ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഹിറ്റ് പടം. അതിന് ശേഷം ഇത്രയും നാള് കഴിഞ്ഞ് വീണ്ടും ഒരു പരിപാടി എന്ന് പറയുന്നത് ഒരു വലിയ കൗതുകവും അത്ഭുതവും കാത്തിരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പൊതുവെ ഈ നമ്മള് ജയറാമേട്ടന്റെ പടങ്ങളുടെ ഒരു ഭൂരിപക്ഷം സിനിമയില് ഫാമിലിയുള്ള പടങ്ങളാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരുപാട് പടങ്ങളുണ്ട്. എനിക്ക് അങ്ങനെ ഒരു പോലീസുകാരനായിട്ട് അല്ലെങ്കിൽ ഒരു കുടുംബമില്ലാത്ത ആളായിട്ടും ജയറാമന്റെ സിനിമ വളരെ കുറവാണ്. വളരെ കുറവാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ആ ഫുൾ കുടുംബത്തിന്റെ കഥയായിരിക്കും. കുടുംബമില്ലാത്ത നായകന്മാരുണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞു. പക്ഷെ ഒരുപാട് ഫാമിലി പടങ്ങൾ ആ കാലം തൊട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതിൽ നിന്നും കൂടെ അതെ ഞാൻ പറഞ്ഞു, അത് അത്തരം സിനിമകൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് ഒരു തിരിച്ചും എന്നെ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നും. പ്രത്യേകിച്ച് ഞങ്ങൾ രണ്ടും കൂടി ആവുമ്പോൾ ഫാമിലി ഓഡിയൻസ് എന്തായാലും കയറും. ഫാമിലി ഓഡിയൻസ് എന്തായാലും കയറും പടത്തിൽ. അയ്യോ, ഇത് അഖിൽ NRD ഫാൻസിന് നമ്മളെ കൊല്ലും കേട്ടോ. ഇവര് മൂന്നുപേരും കൂടെ അഖിലിനായിട്ട് ഇത് ചെയ്യുന്നു. ജയറാമേട്ട എനിക്ക് ചോദിക്കുന്നത്, ജയറാമേട്ട ശരിക്കും വില്ലൻ കഥാപാത്രം ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം അതോ ഹീറോ ആയിട്ട് അഭിനയിക്കണം? വില്ലൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അടുത്ത വന്ന കാന്താരയില് വില്ലനായിട്ടാണ് കണ്ടായിരുന്നു. പിന്നെ അതേപോലെ തമിഴില് നമ്മുടെ വെങ്കട് പ്രഭുവിന്റെ സരോജ അതില് വില്ലനാണ്. അപ്പോ വില്ലൻ എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ മറ്റേ ആ വില്ലൻ എന്നെ വിളിക്കാറില്ല. തുടക്കം മുതൽ വളരെ പാവമായിട്ടിരുന്ന അവസാനം ആൾക്കാരെ അറിയാവൂ ഇവനായിരുന്നു ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള പടത്തിൽ എന്നെ വില്ലനായിട്ട് വിളിക്കാറില്ല. അല്ലാണ്ട് തുടക്കമേ ചെയ്യാൻ ആഗ്രഹമുള്ള കഥാപാത്രം നിന്റെ ചോദ്യം തുടങ്ങിയ കൂടെ പറഞ്ഞാ അതുപോലെ കഥാപാത്രം. ഈ മറ്റ് ഭാഷകളിലേട്ടാ ഈ ഇവിടുത്തെ കാര്യമൊക്കെ നമുക്കറിയാലോ. ഞാൻ ചോദിക്കുന്നത് അവിടെ 5-6 മാസമുണ്ട് എല്ലാം ചേട്ടൻ ചെയ്യുന്നതെല്ലാം ഈ ചിലതൊക്കെ 2.5 വർഷമൊക്കെ പോയിട്ടുണ്ട്. വൻ തോക്കുകളുടെ പരിപാടിയിലാണല്ലോ ചേട്ടൻ പോയി നിൽക്കുന്നത്. അപ്പം ഇടയിൽ സമയം കണ്ടമാനം വരുന്നില്ല. ഇവരുടെ പടങ്ങൾ അത്രയും ലേറ്റ് ആയിട്ടല്ലേ ചെയ്യുന്നത്. അതിന്റെ ഇടയിലൊന്നും ഒരു മലയാളം സെറ്റ് ചെയ്ത് കയറ്റി വിടാനുള്ള സെറ്റപ്പുകൾ ഉണ്ടാകുന്നില്ലേ? ഉണ്ടായിരുന്നു. ഞാനതാ പറഞ്ഞത്, കുറെ കഥകളൊക്കെ കേട്ടു. ഒന്നും കൂടെ ഒരു നമുക്കൊരു അങ്ങനത്തെ ഒരു സ്പാർക്ക് തോന്നാത്തതുകൊണ്ടാണ്. അതെ, ഇതും ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ എനിക്ക് ഭയങ്കര തോന്നി അതിനുകൊണ്ട് മഹോത്തരം ഒന്നും പറയുന്നില്ല, ഈ സിനിമയും പറയുന്നില്ല. ചെയ്യുമ്പോ എന്തെങ്കിലും നമുക്കൊരു ജയറാം കുറെ കാലം കഴിഞ്ഞ് ചെയ്തപ്പോ കുഴപ്പമില്ല എന്ന് പറയാൻ തോന്നുന്നൊരു സിനിമ ആവണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അതിങ്ങനെ ആയിരിക്കും വിചാരിക്കുന്നു. അതെ, ഈ നമ്മുടെ പണ്ട് അച്ഛൻ്റെ ലൊക്കേഷനിൽ കണ്ണൻ ഒരുപാട് പോയിരുന്നു പറഞ്ഞിട്ട് കണ്ണന്റെ ഏതെങ്കിലും പടത്തില് ചേട്ടൻ ഇല്ലാത്തതില് പോയിട്ടുണ്ടോ? ലൊക്കേഷനില് ഉണ്ട്. പൂമരത്തിന്റെ ലൊക്കേഷൻ ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുണ്ട്. കാരണം അതൊരു കോളേജും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സിനിമയുടെ. പിന്നെ കാരണം എത്രയോ ഇതേപോലെ കലോത്സവങ്ങളും എല്ലാം നമ്മൾ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടുള്ളതുകൊണ്ട് ആ സിനിമ അന്നും ഇന്നും എന്നും എനിക്ക് ഭയങ്കര ക്ലോസ്ഡുമായി നോക്കാം. പിള്ളേരൊക്കെ ഉണ്ട്. ഈ ഞാൻ നേരത്തെ പറഞ്ഞൊരു സാധനം കൂടെ പറയാൻ, അതായത് ഈ സ്റ്റേജുമായിട്ട് ടച്ച് വിടുന്നില്ല എന്ന് ഏട്ടൻ പറഞ്ഞല്ലോ. അതിന്റെ ഒരു ഹൈലൈറ്റിന്റെ അപ്പുറം എന്ന് പറയുന്നത് ചോറ്റാനിക്കര അമ്പലത്തിൽ ജയറാമേട്ടൻ 3 മണിക്കൂർ കൊട്ടി. 3-ാമത്തെ മണിക്കൂർ വേർത്ത് നിർത്തി ആ സൈലൻസിൽ ഒരുത്തൻ ആ നസീറിനൊന്ന് കാണിക്കോ ഒരു മോചനം പറയുന്നുണ്ടല്ലോ. ഒരൊറ്റ ചോദ്യം, നസീറിന് കാണിക്കോ? അതേപോലെ എനിക്ക് കണ്ടാക്കൊള്ളാന്നുണ്ടായിരുന്നു. അത് നിന്റെ ഇതിൽ പറഞ്ഞുതരാം. യൂട്യൂബ് ഒരു ബ്ലോഗ് പരിപാടി പിടിക്കണം. കണ്ടന്റ് ഇത് നീ ഒളി ക്യാമറ വെച്ചെടുത്തോണ്ട് ഇപ്പൊ ജൂഡ് 2018 പോലുള്ള വലിയ പടങ്ങള് എഴുതി സംവിധാനം ചെയ്യുന്നതാണ്. എന്നാല് വളരെ ചെറിയ പടങ്ങളും സൈമൾട്ടേനിയസ് ആയിട്ട് എഴുതിയിട്ടും ചെയ്തിട്ടും ഒക്കെ ഉള്ള അവിടെ ആളാണ് ജൂഡ് എന്ന് പറയുന്നത്. അപ്പൊ ജൂഡിന്റെ എഴുത്തിന്റെ ഇതിനു മുമ്പ് ഇല്ലല്ലോ അല്ലെ? ജൂഡല്ലേ അല്ല, അരവിന്ദിന്റെ ആദ്യത്തെ സിനിമയാണ്. അരവിന്ദും ജൂഡേട്ടനും കൂടെ ഒരുമിച്ച് ലൊക്കേഷൻ വന്നപ്പോ ജൂഡ് ഉണ്ടായിരുന്നു. അതാ ഞാൻ ചോദിച്ചത്. അപ്പൊ ജൂഡിന്റെ എഴുത്ത് ഇതിനകത്തുണ്ട്.
പിന്നെ ഒരു കാര്യം വിട്ടുപോയത് ഇതില് ഇഷാനിയുടെ ഫസ്റ്റ് പടമല്ല, ഇതിനു മുമ്പ് ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, അല്ല മമ്മൂക്കയുടെ കൂടെ ചെയ്തിട്ടുണ്ട്, 1 എന്ന് പറഞ്ഞ സിനിമ. ഹീറോയിനായിട്ട് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സിനിമയാണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരേ എൻട്രിയാണ്. അല്ല എന്റെ ഓൾറെഡി എനിക്കൊരു പടം ഓൾറെഡി കഴിഞ്ഞു, മഹാരാജ ഹോസ്റ്റൽ എന്ന് പറഞ്ഞ് ഒരു ഹീറോ റോള് പോലത്തെ അങ്ങനല്ല, 3 പേരുണ്ട്. ഇപ്പൊ ചെറിയൊരു പടം ചെയ്തു, അത് തെലുങ്കിലും മലയാളത്തിൽ റിലീസ് ഉണ്ട്. അതിന്റെ ടീച്ചർ ലോഞ്ച് ആണ് 24-ാം തീയതി. കൂട്ടത്തെ എല്ലാം കൂടെ ഇനി ഇഷാനിനെ പറ്റി പറഞ്ഞോട്ടെ. ജൂഡിനെ പറ്റി മുഴുവൻ പറഞ്ഞില്ല. അല്ല, ജൂഡിനെ പറ്റി, ജൂഡ് ക്രിയേറ്റീവ് ഡയറക്ടർ ആയിട്ടൊക്കെ കൂട്ടത്തില് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടു. ജൂഡേട്ടനാണ് ഇതിന്റെ ആദ്യത്തെ ഐഡിയ എന്നോട് പറയുന്നതും ഞാൻ അത് അപ്പയിലേക്ക് എത്തിക്കുന്നതും, അങ്ങനെയാണ് അതൊരു സിനിമ ആവുന്നത്. നേരത്തെ പറഞ്ഞല്ലോ അതെ. അതിന് വേറെ പ്ലാനിങ് ഉണ്ടോ? ഇത് അടിപൊളിയാവുകയാണെങ്കിൽ അതും ഉണ്ടാവും. എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ള ജൂഡായിട്ട് നിർത്താൻ. ഏട്ടനെ വിളിച്ചോണ്ട് ഈ സിനിമയ്ക്ക് വരാൻ പറ്റിയത്. മക്കള് കണ്ടത് റീ റിലീസാ ഇത് 4K റീറിലീസ്. അത് കഴിഞ്ഞിട്ട് ഇത് അപ്പം ഒരു ഫാമിലിക്ക് വളരെ ധൈര്യമായി കാണാവുന്ന കുഞ്ഞു കുഞ്ഞു രസങ്ങളൊക്കെ ഉള്ള ഒരു നല്ല പടം എന്നുള്ള രീതിയിലാണ് ആശകളായാലും എല്ലാവരും ഇതിലുള്ള എല്ലാവരും അതിനകത്തുള്ളതാണ്. ആ പടം ഒരുക്കി വന്നിട്ടുള്ളത്, അതിന്റെ എല്ലാ മേഖലകളും വളരെ നന്നായിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞാല് ഇത് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനങ്ങളൊക്കെ വന്ന അതെ അതെ ഞാൻ പറഞ്ഞ ഇത് മാത്രല്ല, തീർച്ചയായിട്ടും അതെ അതെ. അപ്പൊ ഈ സിനിമ അതിന്റെ ഒരു തുടക്കമാവട്ടെ. കുറെ കാത്തിരുന്നതിനുള്ള ഒരു എനിക്കും അതൊരു പ്രയോജനമാവും എന്ന് വിചാരിക്കുന്നു ഞാൻ. കാരണം കുറെ വെയിറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ടായിരുന്നു. ആളുകൾ ഒരു കുറ്റം പറയാത്തൊരു സിനിമ ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അത് ആവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴും ഞാൻ ഒരുപാട് കാര്യങ്ങൾ അതാണ് ഇതാണെന്നൊന്നും പറയുന്നില്ല. 6-ാം തീയതിയാണ് സിനിമ റിലീസ്, ഫെബ്രുവരി 6-ാം തീയതി. തിയേറ്ററിൽ പോയി കണ്ട് നിങ്ങളുടെ ഫാമിലിയായിട്ട് പോവുക, എല്ലാവരുമായിട്ട്. അത് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് നല്ല ഒരു മനസ്സിനെ തൊടുന്ന ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങളുള്ളൊരു സിനിമയാണ്. പിന്നെ കണ്ടിട്ട് പറയുക, നിങ്ങളുടെ ഒപ്പീനിയനാണ് അതിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത്. ഫെബ്രുവരി 6 ആശകളായിരം ക്യാച്ചസ് ഇൻ സിനിമാസ് നിയർ യു. എല്ലാരും പോയി കാണണം. തട്ടുപുറത്തൊരു മുട്ടനലി കുഞ്ഞ്, ഒരു മുട്ടനലി കുഞ്ഞ്, ും